വെൽക്കം ബാക്ക് ടു യൂണിക്കോൺസ് എംപയർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് എക്സാമിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ തന്നെ എത്ര മാർക്സ് നമ്മൾ സ്കോർ ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ സിലബസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ സിലബസ് അനുസരിച്ച് അക്കോർഡിംഗ് ടു ദ സിലബസ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതായത് നമ്മുടെ സെറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി ലെവൽ, അതായത് +1 +2 ടീച്ചറായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും സെറ്റ് എക്സാം പാസ്സായിരിക്കണം. ഓക്കെ, അതിപ്പോൾ ഗവൺമെൻറ് ടെമ്പററി വാക്കൻസി ആണെങ്കിലും ശരി, അല്ലെങ്കിൽ നാളെ HSST എഴുതണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും PSC ചോദിക്കുന്ന ഒരു വൺ ഓഫ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഈ സെറ്റ് എക്സാം എന്ന് പറയുന്നത്. സോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സെറ്റ് എക്സാം പാസ്സായിരിക്കണം. ഇനി ആർക്കൊക്കെ സെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റും? പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയവർക്കും BEd കംപ്ലീറ്റ് ആയവർക്കും ഇത് രണ്ടും മസ്റ്റാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് BEd ഇത് രണ്ടും കംപ്ലീറ്റ് ആയവർക്ക് മാത്രമേ സെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി, BEd സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്, ഓക്കെ, ഫസ്റ്റ് ഇയർ അല്ല സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം, സെറ്റ് എക്സാം എഴുതാം. നിങ്ങൾ ഇൻ കേസ് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ് കോഴ്സ് വെരിഫിക്കേഷൻ, നിങ്ങളുടെ BEd സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വെരിഫിക്കേഷന് പോകാം. അതുപോലെ തന്നെ BEd കഴിഞ്ഞിട്ട് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഈ സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇത് കണ്ടക്ട് ചെയ്യുന്നത് LBS സെൻറ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അതുപോലെ തന്നെ 1 ഇയറിൽ ഇത് 2 ടൈംസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പണ്ട് ഇതിനൊരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാനിൽ കണ്ടക്ട് ചെയ്താൽ നെക്സ്റ്റ് ജൂലൈയിലാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ടൈമിങ്സൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സംടൈംസ് അത് ഓഗസ്റ്റിൽ വരാം, സംടൈംസ് ജാനുവരിയിൽ കണ്ടക്ട് ചെയ്യുന്ന സെറ്റ് എക്സാം ഫെബ്രുവരിയിൽ വരാം. സോ ഒരു ചെറിയ വേരിയേഷൻ. ബട്ട് എന്തായാലും ഇയർലി അവർ ട്വൈസ് സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടോട്ടലി 240 മാർക്സിലാണ് സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് പേപ്പർ 1ന് 120, അതേപോലെ പേപ്പർ 2ന് 120. സോ ടോട്ടൽ 240 മാർക്സിനാണ് സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ പേപ്പറിനും, പേപ്പർ 1നും പേപ്പർ 2നും ടൈം ലിമിറ്റ് 2 hours ആണ്. ഓക്കെ, 2 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടക്ട് ചെയ്യുന്നത് OMR ബേസ്ഡ് ആയിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പേപ്പർ 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ പേപ്പറാണ്. അത് എല്ലാ സബ്ജക്ട്സിനും, അത് ഇംഗ്ലീഷ്, കൊമേഴ്സ്, മാത്സ്, ഏത് സബ്ജക്റ്റിനും എല്ലാവർക്കും അത് സെയിം തന്നെ ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് ജനറൽ പേപ്പർ. പേപ്പർ 2 എന്ന് പറയുന്നതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പർ. ഓക്കെ, അത് ഇംഗ്ലീഷ് ആയിരിക്കാം, മാത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മലയാളം ആയിരിക്കാം, ഇറ്റ്സ് അപ് ടു യു. അത് നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറാണ്. അപ്പോൾ പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പർ, പേപ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷണൽ ഓർ സബ്ജക്റ്റ് പേപ്പർ. ഇതിൻ്റെ ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് പേപ്പർ 1ലും 2ലും 40% വേണം. അതുപോലെ തന്നെ ടോട്ടൽ ആഗ്രിഗേറ്റ് നോക്കുന്ന സമയത്ത് 48% വേണം. OBC 35% വേണം പേപ്പർ 1 and 2ൽ. അതുപോലെ ടോട്ടൽ 45%. SC ST PWD 35% വേണം. അതുപോലെ തന്നെ ടോട്ടൽ നോക്കുന്ന സമയത്ത് 40% വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. അതുപോലെ തന്നെ എങ്ങനെ നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പേപ്പർ 1ലെ മാർക്ക് പ്ലസ് പേപ്പർ 2ലെ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്സ് ഓഫ് പേപ്പർ 1 പ്ലസ് പേപ്പർ 2 ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ക്രൈറ്റീരിയ, അതായത് പേപ്പർ 1, പേപ്പർ 2, അതേപോലെ ആഗ്രിഗേറ്റ്, ഈ പറഞ്ഞ ക്രൈറ്റീരിയ ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ പാസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആവുക. അത് ഓരോ കാറ്റഗറിക്കും ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ നെറ്റ് എക്സാം, KTET എക്സാം പോലെ തന്നെ ഓരോ കാറ്റഗറിക്കും ഓരോ ക്രൈറ്റീരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സിലബസ് നോക്കാം. ഓക്കെ, പേപ്പർ 1ൻ്റെ സിലബസ് എന്ന് പറയുന്നത് അതിൽ ടോട്ടലി 6 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് GK ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അതുപോലെ തന്നെ യൂണിറ്റ് 2 എന്ന് പറയുന്നത്
ലാംഗ്വേജ് ആൻഡ് റീസണിങ്, യൂണിറ്റ് 3 കറൻറ്റ് അഫെയേഴ്സ്, അതുപോലെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, യൂണിറ്റ് 5 ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ, അതുപോലെ തന്നെ 6th യൂണിറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പാർട്ട് ഫ്രം നമ്മളുടെ സൈക്കോളജി തിയറി, അതേപോലെ ഫിലോസഫി, ഇതിൽ കൂടുതലും പേപ്പർ 1 നിന്ന് ലാസ്റ്റ് ടൈം GK ആൻഡ് കറൻറ്റ് അഫെയേഴ്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംടൈംസ് നമ്മൾ പണ്ട് പഠിച്ചിരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സംടൈംസ് സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കവർ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ഫിലോസഫി സൈക്കോളജി എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി, അങ്ങനെ പാർട്സിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇംഗ്ലീഷാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നതെങ്കിൽ അതിലെ സിലബസ് ഇങ്ങനെയാണ്. ഫസ്റ്റ് യൂണിറ്റ് ചോസേഴ്സ് ഏജ് മുതൽ ട്രാൻസിഷൻ പോയട്രി വരെ, അതുപോലെ സെക്കൻഡ് യൂണിറ്റ് ബിഗിനിങ് ഓഫ് റൊമാൻറ്റിസിസം ടു വിക്ടോറിയൻ ഏജ്, പിന്നെ അതുപോലെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, യൂണിറ്റ് 4 അമേരിക്കൻ ഇന്ത്യൻ ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ്, യൂണിറ്റ് 5 ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് യൂണിറ്റ് 6 ഇൻക്ലൂഡ് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം. ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം ഡിസ്ക്രിപ്ഷനിൽ PDF ലിങ്ക് ചെയ്യാം. അപ്പോൾ വേറെ ഓപ്ഷനിലുള്ളവർക്ക് നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സെറ്റ് എക്സാമിൻ്റെയും KTET കാറ്റഗറി 3 എക്സാമിൻ്റെയും നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിംപ്ലിഫൈഡ് PDF മെറ്റീരിയൽസ്, അതുപോലെ സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയ ക്ലാസ്സസ്, വീക്ക്ലി റിവിഷൻ, മോക്ക് ടെസ്റ്റ്, അതും അത്രയും അഫോർഡബിളായ പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതവിടെ വാട്സപ്പ് നമ്പർ, അതുപോലെ ഇൻസ്റ്റാഗ്രാം ID അല്ലെങ്കിൽ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കോൺടാക്റ്റ് അസ്. സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓഫ് കോഴ്സ് നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ KTET അതേപോലെ സെറ്റ് ആസ്പിറൻസ് ആയ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.